സ്വർഗം വേണേ സ്വർഗം തിരഞ്ഞെടുക്കാം, നരകം വേണേ നരകം തിരഞ്ഞെടുക്കാം. ഈ മരിച്ചൊക്കെ വലിയ സന്തോഷമായി. ഇയാൾ കാലിനോട് ചോദിച്ചു, എനിക്കിത് രണ്ടും ഒന്ന് കാണാൻ പറ്റുമോ? കാലം പറഞ്ഞു, രണ്ടും കാണിച്ചു തരാം. ആദ്യം സ്വർഗത്തിൽ കൊണ്ടുപോയി. സ്വർഗത്തിൽ കൊണ്ടുപോയപ്പോൾ അവിടെ കുറെ ആളുകൾ ബൈബിൾ വായിക്കുന്നു, രാമായണം ചൊല്ലുന്നു, ഖുർആൻ ഓതുന്നു, കുന്തിരിക്കം പുകച്ചിരിക്കുന്നു, മതപരമായ കുറെ ചടങ്ങുകൾ. അയാൾ പറഞ്ഞു, എനിക്ക് നരകം കൂടി ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ശരി. കാലം നരകത്തിലേക്ക് കൊണ്ടുപോയി. നരകം കാണിച്ചു കൊടുത്ത് നോക്കുമ്പോൾ അവിടെ സിനിമാ നടന്മാർ, സിനിമാ നടിമാർ, ക്യാബറെ, പാട്ടും കൂത്തും, ഫുൾ എന്റർടൈൻമെന്റ് ആണ്. ഇയാൾക്ക് വലിയ സന്തോഷമായി. ഇയാൾ പറഞ്ഞു, എനിക്ക് നരകം മതി എന്ന് പറഞ്ഞു. കാലം നരകത്തിന്റെ വാതിൽ തുറന്ന് ഇയാളെ നരകത്തിലേക്ക് കിട്ടും. ഇയാൾ നരകത്തിലെത്തി നോക്കുമ്പോൾ മുഴുവൻ തീയാണ്. തീയിൽ ഇയാൾ ഇങ്ങനെ വെന്തുരുകുമ്പോൾ കാലിനോട് ചോദിച്ചു, നിങ്ങൾ നേരത്തെ കാണിച്ച നരകതായിരുന്നില്ലല്ലോ? കാലം പറഞ്ഞു, നേരത്തെ കാണിച്ചത് നരകത്തിന്റെ പരസ്യമായിരുന്നു, ഇതാണ് ഒറിജിനൽ നരകം. ഈ 5 കൊല്ലമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒറ്റ പരസ്യം കണ്ട് മറന്ന് ഇവർക്ക് വോട്ട് നൽകിയ മലയാളികൾ മുഴുവൻ കഴിഞ്ഞ 3 കൊല്ലമായി ഈ മലയാളക്കരയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. എന്നിട്ട് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യർ, BJP-കാരനായ RSS-കാരനായ ഒരാൾ ആ മുന്നണിയുടെ ബന്ധം ഉപേക്ഷിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് വന്നു. ഒരാൾ RSS എന്ന് പോയാൽ മതേതര ചേരിയുള്ളവർ മുഴുവൻ സന്തോഷിക്കല്ലേ വേണ്ടത്? അങ്ങനെയല്ലേ വേണ്ടത്? എന്നാൽ CPM-കാർ BJP-യേക്കാൾ വലിയ കരച്ചിൽ. ഇവിടെ ഷാഫി പറഞ്ഞു, ഒരാൾ RSS വിട്ടാൽ CPM എന്തിനാണ് വിഷമിക്കുന്നത്? BJP-കാരന്റെ വിഷമം നമുക്ക് മനസ്സിലാകും. എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ വിഷമിച്ചത്? എന്നിട്ട് എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ചൊരിഞ്ഞത്? ആ സന്ദീപ് വാര്യരെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം 2 പത്രം തെരഞ്ഞു പിടിച്ച് മതം നോക്കി പരസ്യം കൊടുത്തില്ലേ? ഇങ്ങനെ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇങ്ങനെ കുറെ തന്ത്രങ്ങൾ. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അവസാനത്തെ മണിക്കൂറിൽ ഷാഫി പറമ്പയിൽ വടകരയിൽ മത്സരിച്ചപ്പോ കാഫിർ സ്ക്രീൻഷോട്ട് കൊണ്ടുവന്നത് പോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഒരു പരസ്യമായിട്ട് വരിക, എന്നൊരു ചേരിതിരിക്കുക, ആളുകളെ തമ്മിലടിപ്പിക്കുക, മതം പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ വേണ്ടി നോക്കുക. ഇതല്ലേ നമ്മൾ കണ്ടത്? എന്നിട്ട് ഇലക്ഷനിൽ അമ്പേ പരാജയപ്പെട്ടു. പരാജയപ്പെട്ടപ്പോ മന്ത്രി MP രാജേഷ് പറയാണ്, ഞങ്ങൾക്ക് വലിയ പരാജയമൊന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ 2ാം സ്ഥാനത്തിന്റെ അടുത്തെത്തി. അതെനിക്ക് മനസ്സിലായില്ല. 3ാം സ്ഥാനത്താണ്, 3ാം സ്ഥാനത്തായി പോയി എന്ന് പറഞ്ഞ പോലെ MP രാജേഷ് പറയുന്നത് ഞങ്ങള് വലിയ തോൽവിയൊന്നുമില്ല, ഞങ്ങള് 2ാം സ്ഥാനത്തിന്റെ അടുത്തെത്തിയെന്ന്. എന്നിട്ട് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയമാണ്, ഇത് SDPയുടെ വിജയമാണ്. ഞാൻ ചോദിക്കട്ടെ, BJP-യുടെ 11,000 വോട്ടാണ് പാലക്കാട്ട് കുറഞ്ഞത്. ആ BJP-യുടെ 11,000 വോട്ട് കുറഞ്ഞാൽ മതേതര പക്ഷത്തുള്ള ഒരാൾ സന്തോഷിക്കല്ലേ വേണ്ടത്? എന്തിനാണത് SDPയുടെ തലയിൽ കെട്ടിവെച്ച് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയമാക്കി എന്തിനാണ് ഇത് മറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അപ്പൊ ഇപ്പൊ പരാജയപ്പെടുന്നവരുടെ ഒരു തന്ത്രമുണ്ട്. ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞൊരു സിനിമ പൊട്ടി. ഞാൻ ആ സിനിമ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു സിനിമ തന്നെ ഇറങ്ങിയത് ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞൊരു സിനിമ ഇവിടെ ഇറങ്ങിയിട്ടോത്രേ. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയത് തന്നെ അറിയില്ല. ആ ടർക്കിഷ് തർക്കം തിയേറ്ററിൽ ഒരു മനുഷ്യൻ കാണാനില്ല, 8 നിലയിൽ പൊട്ടി. അപ്പോൾ ഉടനെ ആ സിനിമയുടെ നിർമ്മാതാവ് പറയാണ്, ഞാൻ ഈ സിനിമ തിയേറ്ററിൽ നിന്നും പിൻവലിക്കാൻ പോവാണ്, കാരണം ഇസ്ലാമിക തീവ്രവാദികൾ ഈ സിനിമക്കെതിരായി വലിയ ഭീഷണിയുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയ കാര്യം തന്നെ ജനം അറിയുന്നത്. ഇതിപ്പോ പുതിയൊരു ട്രെൻഡാണ്. അവിടെ 8 നിലയിൽ പൊട്ടിയപ്പോ, പാലക്കാട്ട് 8 നിലയിൽ പൊട്ടിയപ്പോ, ആ പാലക്കാട്ട് 8 നിലയിൽ പൊട്ടിയതിനെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നതിന് എന്തുമായി ചേർത്ത് വെച്ചാണ് SDPയുടെ വിജയമാക്കി, ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയമാക്കി. ഈ പത്തനംതിട്ട ജില്ലയിൽ പോലും SDPയുമായി സഖ്യമുണ്ടാക്കി മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്, പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ഈ പത്തനംതിട്ടയിൽ വന്ന് CPM-കാരാ നിങ്ങൾക്കത് പറയാൻ കഴിയോ? ഈ പത്തനംതിട്ട നഗരസഭയിൽ വന്ന് ഇവിടെ ഒരു പഞ്ചായത്തിൽ ഭരണത്തിൽ നിങ്ങൾ അധികാരം പങ്കാളിത്തമുള്ള ഇവിടെ വന്ന CPM-കാരാ നിങ്ങൾക്കത് പറയാൻ കഴിയോ? എന്നിട്ട് ഈ വിജയത്തെ, BJP-ക്കുണ്ടായ പരാജയത്തെ പോലും ഞാൻ ചോദിക്കട്ടെ, നേമത്ത് BJP ജയിച്ചിരുന്നു കഴിഞ്ഞ തൊട്ടുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ. അവിടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മുടെ ഏറ്റവും മിടുക്കനായ ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ അവിടെ മത്സരിപ്പിച്ചു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? BJP-യുടെ വോട്ട് കുറയ്ക്കാൻ വേണ്ടി നോക്കി, BJP എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്താൻ വേണ്ടി നോക്കി. അവിടെ BJP-യുടെ വോട്ട് കുറയ്ക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കൂടി കഴിഞ്ഞത് കൊണ്ടാണ് അവിടെ BJP പരാജയപ്പെട്ടത്, BJP-യുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ സാധിച്ചത്. പാലക്കാട് തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു?
പാലക്കാട് തെരഞ്ഞെടുപ്പ് UDF-ഉം BJP-യും തമ്മിൽ നേർക്കുനേരെ പോരാട്ടം നടക്കുന്ന മണ്ണാണ്. ആ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ ജയിച്ചത് 4000 വോട്ടിന്റെ വ്യത്യാസത്തിനാണ്. അവിടെ CPM 3-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അവിടെ CPM എന്താ ചെയ്യേണ്ടത്? BJP-യുടെ വോട്ട് കുറയ്ക്കാൻ ശ്രമിക്കണ്ടേ? BJP-യുടെ വോട്ട് കുറയ്ക്കാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, BJP-യുടെ വോട്ട് കുറഞ്ഞ് ഐക്യജനാധിപത്യ മുന്നണി അവിടെ വിജയിച്ചപ്പോൾ പോലും ആ വിജയത്തെ പോലും അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു സമീപനമല്ലേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നത്? എന്നിട്ട് RSS-ന്റെ പ്രചാരണം ഏറ്റെടുക്കുക. നോക്കൂ, ഇലക്ഷന് മുമ്പ് CPM-നും BJP-ക്കും ഒരേ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇലക്ഷന് ശേഷം BJP-യും CPM-ഉം പറയുന്നത് ഒരേ കാര്യം. അതുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? വയനാട് ഇലക്ഷനിൽ നിങ്ങൾ കണ്ടില്ലേ, എത്ര മണ്ഡലങ്ങളിലാണ് CPM 3-ാം സ്ഥാനത്തേക്ക് പോയത്? അവിടെ 2-ാം സ്ഥാനത്തേക്ക് വരുന്നത് ആരാ? BJP-ആണ്. എത്ര മണ്ഡലങ്ങളിലാണ് പാലക്കാട് അടക്കം CPM-ന്റെ വോട്ട് ചോരുന്നത് BJP-യിലേക്ക് പോകുന്നത്? പാലക്കാട് മുനിസിപ്പാലിറ്റി അടക്കം CPM-ന്റെ വോട്ട് ചോർച്ചയുണ്ടായി ആളുകൾ BJP-യിലേക്ക് പോകുന്നു. ഇക്കഴിഞ്ഞ ദിവസം ഒരു ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്നു. 2 തവണ തുടർച്ചയായി ഏരിയ സെക്രട്ടറി ആയ മധു മുല്ലശ്ശേരി BJP-യിലേക്ക് പോവുകയാണ്. എന്താ കാര്യം? CPM-ഉം BJP-യും ഒരേ കാര്യമാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് CPM-ൽ നിൽക്കുന്നത്? അതിനേക്കാൾ മനോഹരമായി പറയുന്നത് BJP ആണെങ്കിൽ ആ BJP-യിലേക്ക് പോയിക്കൂടെ എന്ന് CPM-കാർ പോലും ചിന്തിക്കുന്ന ഒരു കാലത്ത് CPM-കാരാ, നിങ്ങളൊരു പുനർവിചിന്തനം നടത്തുന്നില്ല എങ്കിൽ, നിങ്ങളൊരു ആത്മവിമർശനം നടത്തുന്നില്ല എങ്കിൽ ത്രിപുരയെ പോലെ ബംഗാളെ പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഞങ്ങൾ ഇന്ന് രാവിലെ രാഹുൽ നിയമസഭയിലേക്ക് കയറുമ്പോൾ മനോഹരമായ മറ്റൊരു ദൃശ്യം കൂടി കണ്ടു ഞങ്ങൾ മാധ്യമങ്ങളിൽ. എന്താണ് ആ ദൃശ്യം? രാഹുൽ നിയമസഭക്കകത്ത് കയറുമ്പോൾ മറ്റൊരു രാഹുൽ, നമ്മുടെ നേതാവ്, ഇന്ത്യ മുന്നണിയുടെ നേതാവ് രാഹുൽ ഗാന്ധി സമ്പലിലേക്ക് പോവാണ്. UP പോലീസിന്റെ ധിക്കാരത്തോടെയുള്ള നടപടിക്കെതിരായി അവിടെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ആ പ്രദേശം സന്ദർശിക്കാൻ UP പോലീസ് തടഞ്ഞപ്പോൾ അത് വകവെക്കാതെ അത് തള്ളിമാറ്റി അവിടേക്ക് കടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രീമാൻ രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് പോകുമ്പോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ധിക്കാരത്തിനെതിരായി ഇത്രയും കാലം അതിശക്തമായി പ്രതികരിച്ച പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂടത്തിൽ നിയമസഭകത്തേക്ക് പോകുന്നു. ആ നിയമസഭകത്ത് വെച്ച് രാഹുൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ രാഹുൽ സത്യപ്രതിജ്ഞയോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ മുഴുവനും മലയാളി മുഴുവനും ഒരു സത്യപ്രതിജ്ഞ കൂടി ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, 2026-ൽ ഈ നാട് ഭരിക്കുന്ന പിണറായി വിജയനെ താഴെയിറക്കി അവിടെ ഐക്യജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് ഈ കേരളത്തെ മാറ്റാൻ, ഈ കേരളത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ, ഈ കേരളത്തിൽ വികസനത്തിന്റെ പുരോഗതിയിലേക്ക് ഈ നാടിനെ നയിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയെ ഈ നാട്ടിൽ കൊണ്ടുവരണം എന്നൊരു പ്രതിജ്ഞ കൂടി മലയാളി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ആ പ്രതിജ്ഞക്ക് അടിത്തറവാകാൻ, ആ പ്രതിജ്ഞക്ക് പ്രചോദനം നൽകാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിക്കുമ്പോ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പാലക്കാട് പുറത്തുനിന്ന് വന്ന് മത്സരിച്ച് ജയിച്ച ആളുകളൊക്കെ ഒരു MLA ആയി മാത്രം നിന്നിട്ടില്ല. വലിയ വലിയ പദവികളൊക്കെ അവരെ തേടി വന്നിട്ടുണ്ട്. അങ്ങനെ വലിയ പദവികൾ തേടി വരുന്ന ഒരു വ്യക്തിയായി എന്റെ പ്രിയപ്പെട്ട അനുജൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറട്ടെ എന്ന് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് UDF.